വാർത്തകളിലേക്ക് വിശദമായി. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുന്നു. ഡൽഹിയിലാണ് കൂടിക്കാഴ്ച. ജൻപത് 10 കൂടിക്കാഴ്ച നടക്കുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെയാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഡാൻ കുര്യനും ടി.ജി. സജിത്തും ചേരുകയാണ്. ഡാൻ, ഇത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുന്ന വിവരം ആദ്യം ന്യൂസ് 18 പുറത്തുവിട്ടത്. കൂടിക്കാഴ്ച അവിടെ തുടരുന്നു എന്ന വിവരം വരുന്നു. ഏത് തരത്തിലുള്ള അനുനയ നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? 5:20 തുടങ്ങിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഈ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ തർക്കങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടാൽ അത്താഴ വിരുന്നിൽ കൂടി പങ്കെടുത്തതിനു ശേഷമേ ശശി തരൂർ പുറത്തേക്ക് വരികയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, അതായത് 2022 ഒക്ടോബർ 17 കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ ശശി തരൂർ മത്സരരംഗത്ത് എത്തുകയും മത്സരിക്കുകയും ചെയ്ത് അത് ഗാന്ധി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ പിന്നീട് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആത്മബന്ധമുണ്ടായിരുന്ന തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ പിന്നീട് ഒരിക്കൽ പോലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മഞ്ഞുരുക്കലിനുള്ള ഒരു ശ്രമങ്ങൾ പിന്നീട് നേതൃത്വത്തിലെ ആരുടെയും ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതിനിടയിലാണ് ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട തരൂരിനെതിരെ സംസ്ഥാനത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത്. പ്രവർത്തക സമിതി അംഗത്വ സ്ഥാനത്ത് നിന്ന് തരൂരിനെ പുറത്താക്കണമെന്ന് വരെ പ്രഖ്യാപിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ തരൂരിനെ BJP പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യ നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ദേശീയ തലത്തിൽ വന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയെടുത്ത് തരൂരുമായി കോൺഗ്രസ് നേതൃത്വത്തിന് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ജൻപത് 10 വെച്ചാണ് ഈ കൂടിക്കാഴ്ച 5:20 ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിടുന്നു. അദ്ദേഹവുമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി തരൂരിന് നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളും ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സുപ്രധാന ചുമതല ഇനി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഒരുപക്ഷെ കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി സാധ്യതകളാണ്. എന്തായാലും നിർണായക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ജൻപത് 10 പുരോഗമിക്കുന്നത്. ടി.ജി. സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. ശശി തരൂർ അതൃപ്തനാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ഒരുപക്ഷെ CPM-ലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ ലേഖനത്തിന് ശേഷം വന്നിരുന്നതാണ്. ഇപ്പോൾ രാഹുലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ അതിനെ എങ്ങനെ കാണണം? തരൂരിനെ കൈവിടാതെ ഒപ്പം കൂട്ടാനുള്ള മാർഗങ്ങളായിരിക്കുമോ ഉരുത്തിരിയുക? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുയർന്നിരിക്കുന്ന വലിയ കോലാഹലമുയർത്തിയ ലേഖന വിവാദം കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ വിവാദങ്ങൾ കെട്ടടക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഇടപെടൽ. രേണുക, നമുക്ക് സ്വാഭാവികമായും അത്തരം നീക്കമുണ്ടെന്ന് തന്നെ ആ നീക്കം തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊരു തരൂരിന്റെ വിജയം എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഇന്നലെ വരെയുള്ള ചിത്രം നോക്കുക. അവിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തരൂരിനെതിരെ നീക്കം നടത്തി ഒരു പടയൊരുക്കം എന്ന പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോലും കടന്ന സാഹചര്യം. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെടൽ വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു. ഇന്ന് രാവിലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് പ്രകോപനപരമായ പ്രസ്താവനകൾ തരൂരിനെതിരെ നടത്തരുത് എന്ന നിർദ്ദേശം പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനർത്ഥം തരൂരിനെ ഒപ്പം നിർത്തി തന്നെ മുന്നോട്ട് പോവുക എന്നതായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുക. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തരൂരിനെ പോലെയുള്ളൊരു നേതാവിനെ ഒപ്പം നിർത്തേണ്ടത് ഹൈക്കമാൻഡിന് ആവശ്യമാണ്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മുഖമാണ് തരൂർ. അതങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. മറ്റൊന്ന്, തരൂർ എതിർപ്പാളയത്തിൽ പോയാലുണ്ടാകുന്ന രാഷ്ട്രീയ നഷ്ടം വലുതാണ്. അതുകൊണ്ട് അല്പം ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയാലും തരൂരിനെ ഒപ്പം നിർത്തുക എന്ന സാഹചര്യം കൂടിയുണ്ട്. ഹൈക്കമാൻഡ് ഇപ്പോൾ ചർച്ച നടത്തുന്നതിൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടായ ആ ലേഖനവും അതിൻ്റെ അനുബന്ധ വിവാദങ്ങൾക്കും അപ്പുറം
രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് അനുകൂലമായി അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവന കൂടി ഹൈക്കമാൻഡിന് വിഷയമാണ്. ആ വിഷയത്തിൽ കൂടി തരൂരിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക എന്നതായിരിക്കും. സ്വാഭാവികമായും തരൂർ നിലപാട് തിരുത്തേണ്ടി വന്നേക്കാം. അത്തരം പരസ്യ പ്രസ്താവനകൾ നടത്തണമെന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും മുന്നോട്ട് വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് തരൂരിൽ നിന്നും നമുക്ക് നീക്കം പ്രതീക്ഷിക്കാം. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മാധ്യമങ്ങളെ കാണുകയോ അദ്ദേഹത്തോട് പ്രതികരണം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയോ ചെയ്യുന്നത് എന്താ എന്നതും വളരെ പ്രസക്തമാണ്. ശരി, എന്തായാലും 3/4 മണിക്കൂർ പിന്നിട്ട് കൂടിക്കാഴ്ച അവിടെ പുരോഗമിക്കുകയാണ്. അതിന്റെ റിസൾട്ട് എന്താണ് എന്നറിയാൻ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള തരൂരിന്റെ പ്രതികരണം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി തരൂർ മാധ്യമങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളോട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.